നമുക്കിനി തിരുവനന്തപുരത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് കൂടി പോകാം. ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സിനിമാ താരങ്ങളായ ബേസിൽ ജോസഫും ജയം രവിയും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊപ്പം കനകക്കുന്നിൽ നിന്ന് ജിബിൻ ജെബി കൂടി ചേരുന്നുണ്ട്. ജിബിൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓണസദ്യയുടെ ചിത്രങ്ങളൊക്കെ അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് പുറത്തുവിട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഓണത്തിന്റെ കാഴ്ചകളൊക്കെ മനോഹരമായ കാഴ്ചകൾ. ഒന്നിച്ച് ഓണം എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളതിന്റെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. എങ്ങനെയാണ് വാരാഘോഷം കനകക്കുന്നിൽ? ആര്യ, അതുപോലെ തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുറിപ്പ്. അതായത് ഒന്നിച്ചോണം, ആ ഒന്നിച്ചോണം തന്നെയാണ് തിരുവനന്തപുരത്ത് എവിടെ എത്തിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിശാഗന്ധിയിലാണ്. നിശാഗന്ധിക്ക് പുറത്ത്, നിശാഗന്ധിക്ക് അകത്താണ് ഈ ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപമുള്ള ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സും അതൊക്കെ നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. സ്നേഹ പറഞ്ഞതുപോലെ കൊച്ചിയിലെ അവസ്ഥയല്ല തിരുവനന്തപുരത്തുള്ളത്. തിരുവനന്തപുരത്ത് ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ എല്ലാം കാണാം. ഒരു കുടുംബമൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ ഓണത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ? 3 വർഷം ശേഷം വന്നേ, ഞാൻ പുറത്തായിരുന്നു. അപ്പം 3 വർഷം ഓണം മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് അറേഞ്ച് സൂപ്പർ ആയിട്ടുണ്ട്. കുറെ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളുണ്ടെന്ന് ഇൻസ്റ്റയിലൂടെ ഞാൻ വീഡിയോ കണ്ട ഇപ്രാവശ്യത്തെ കാണാൻ. അതാണ് ഫസ്റ്റ് ദിവസം തന്നെ വന്നത്. ഓണത്തിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു? പിന്നെ അതെല്ലാം കഴിഞ്ഞു. അറിയാതെ തന്നെയാണ്. കാരണം നമുക്ക് നമ്മുടെ നാടൊക്കെ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങളാണ്. അത്തരത്തിൽ ഈ ഓണം ആഘോഷത്തിന് വേണ്ടി നാട്ടിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്നത് ഇത് ലൈറ്റ് അറേഞ്ച്മെന്റ്സിലും വരെ പ്രത്യേകതയുണ്ട്. കാരണം ഓണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഈ ചിത്രങ്ങളുള്ള. ആ ചിത്രത്തിന്റെ അകത്താണ് ലൈറ്റ് പകർത്തിയിരിക്കുന്നത്. ചെമ്പരത്തി, ഓച്ചിറ കവേല, ഓണത്തപ്പൻ, ചക്ക, ഓണക്കിളി, കുമ്മാട്ടിക്കിളി, അതായത് ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചിത്രങ്ങളിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഓണം. Onam. How is your Onam? Oh, very good. Where are you coming from? Delhi. Delhi. Are you coming here to celebrate Onam? Yes, yes. How is the vibe here? Oh, so nice. Good. Some wishes for our wishes, Onam wishes. For everybody. Happy Onam for everybody. അതായത് ഈ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നെത്തിയ ഒരു കുടുംബമാണ്. എല്ലാവർക്കും ഈ ഓണം എന്ന് പറയുമ്പോൾ അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വേർതിരിവോ ഒന്നുമില്ല. റിയാസിന്റെ FB പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒന്നിച്ചുള്ള ഒരു ചിത്രം, അത് തന്നെയാണ് ഈ ഓണത്തിൽ എല്ലാവരും ഐക്യത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിശാഗന്ധിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഹാപ്പി ഓണം. ആര്യ, ഒരു കുട്ടി പ്രേക്ഷക നമുക്ക് ഓണാശംസകൾ അറിയിക്കുന്നതിനുണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. മോളെ ആശംസ പറയും. മോളെ പേരെന്താ? എവിടെ നിന്നാണ് വരുന്നത്? കാക്കാമൂല. തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടാമോ? ഇതാണോ? ഏത് ക്ലാസ്സിലാ? 4th. പേര്? ഇത് ആഷ്ലിയാണ്, നമ്മുടെ മാതൃഭൂമിയുടെ ഒരു പ്രേക്ഷകയാണ്. നേരത്തെ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഈ ലൈവ് തുടങ്ങിയ സമയത്ത് ആഷ്ലി നമ്മുടെ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് ഓണാശംസകൾ പറയുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയാണ്. എന്തായാലും പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഒരു നാണമുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മളെ പരിചയപ്പെടാൻ വന്നപ്പോൾ ഒന്നും നാണമൊന്നും കണ്ടില്ല. എന്തായാലും ഹാപ്പി ഓണം മോളെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ കനകക്കുന്നിന് നിശാഗന്ധിക്കകത്ത് ഓണം വാരാഘോഷം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 33 വേദികളിലായിട്ടാണ് ഈ ഓണം വാരാഘോഷ പരിപാടികൾ നടക്കുന്നത്. അത് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ വിവിധ മേഖലകളിൽ കാട്ടാക്കട, വർക്കല, നെടുമങ്ങാട് തുടങ്ങി തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ മേഖലകളിലും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 33 വേദികളിലായി ഇന്നത്തോടുകൂടി വാരാഘോഷത്തിന്റെയും കനകക്കുന്നിലെയും മനോഹരമായ കാഴ്ചകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്.